ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഒരു 2 വീക്ക് മുമ്പ് നടന്ന SSLC മോഡൽ എക്സാം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ള പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി SSLC മെയിൻ എക്സാമിന് വരാൻ പോകുന്ന ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഏകദേശം ഇതേ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മെയിൻ എക്സാമിന് വളരെയധികം ഉപകാരപ്രദമാകും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇതാണ്: വെൻ സൺലൈറ്റ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ പ്രിസം ദ ഡീവിയേഷൻ ടേക്കിംഗ് പ്ലേസ് ഈസ് നോട്ട് സെയിം ഫോർ ഓൾ ദ കളേഴ്സ്. സൂര്യപ്രകാശത്തെ പ്രിസത്തിലൂടെ കടത്തിവിടുമ്പോൾ സംഭവിക്കുന്ന ദിശാവ്യതിയാനം എല്ലാ വർണ്ണങ്ങൾക്കും ഒരേപോലെ ആയിരിക്കില്ല. സോ റീസൺ: ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ഫോർ ഈച്ച് കളർ അറ്റ് ദ ടു സൈഡ്സ് ഓഫ് ദ പ്രിസം വിൽ ബി ഡിഫറെൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. ഓരോ വർണ്ണത്തിനും പ്രിസത്തിൻ്റെ വശങ്ങളിൽ വെച്ചുണ്ടാകുന്ന വ്യതിയാനത്തിൻ്റെ തോത് പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാവുന്ന ഒരു കേസാണ് അല്ലേ. എന്താണ് ഇത്? ചോദ്യവും അല്ലെങ്കിൽ അസേർഷനും റീസണും കറക്റ്റാണ്. ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ സൺലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ 7 കളറുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ബിക്കോസ് ഡിസ്പേർഷൻ, പ്രകീർണനം കാരണം. അതിൽ തന്നെ കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്ന ലൈറ്റ് വയലറ്റ് ലൈറ്റും കുറവ് ഡീവിയേഷൻ സംഭവിക്കുന്ന റെഡിനുമായിരിക്കും. വൈ? ബിക്കോസ് ഓഫ് ദ വേവ് ലെങ്ത് ഡിഫറൻസ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഇതാണ് 4 ഓപ്ഷൻ. സോ ഫൈനൽ ആൻസർ വരുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A transformer has 20 turns in the primary and 1000 turns in the secondary. The voltage induced in 1 turn in the secondary is 0.5 volt. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചെന്ന് പറയാം. ഇവിടെ ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പം നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നത് 200 ആണ്. ആൻഡ് 1000 ടേൺസ് ഇൻ ദ സെക്കൻഡറി. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് ആ ട്രാൻസ്ഫോമർ ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്? സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായതുകൊണ്ട് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് ഡൗണിൻ്റെ ഓപ്ഷനുകൾ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കളയാം. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ രണ്ടാമത്തത് അല്ലെങ്കിൽ നാലാമത്തതായിരിക്കും ശരിയെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ 1 ടേൺ ഇൻ ദ സെക്കൻഡറി. സെക്കൻഡറിയിലെ ഒരു ടേണിലുള്ള വോൾട്ടേജ് 0.5 വോൾട്ട് ആണ്. സെക്കൻഡറിയിൽ മൊത്തം എത്ര ടേൺസ് ഉണ്ട്? 1000 ടേൺസ് ഉണ്ട്. അപ്പോൾ എത്രയായി? ടോട്ടൽ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് എത്രയാണ്? 500. 0.5 × 1000 എത്ര? 500 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്നും മനസ്സിലായി, സെക്കൻഡറി വോൾട്ടേജ് 500 ആണെന്നും മനസ്സിലായി. സോ രണ്ടാമത്തെ ഓപ്ഷനിലും നാലാമത്തെ ഓപ്ഷനിലും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഈസിയായി. സോ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്? VS/VP = NS/NP. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രൈമറി വോൾട്ടേജ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഏതാണ് ശരി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. VS/VP = NS/NP. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇക്വേഷൻ എഴുതിയ ഉടനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വേണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അതായത് VS × NP = NS × VP. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞു. ദെൻ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? VP, പ്രൈമറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ പ്രൈമറി വോൾട്ടേജിനെ മാത്രം അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? VP = നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? VS × NP / NS എന്ന് എഴുതാൻ സാധിക്കും. ഇതിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. VS എത്രയാണ്? VS 500 കിട്ടിയിട്ടുണ്ട്. NP എത്രയാണ്? 200 എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ എത്രയാണ്? NS എത്രയാണ്? 1000 ആണ്. ഇതാവുമ്പോൾ 500 1000 2 ടൈംസ് വരും. 2
200ൽ 100 ടൈംസ് പോകും. അപ്പോൾ വി പി എത്ര കിട്ടി? 100 കിട്ടി. അപ്പോൾ മിക്കവാറും 2 ആയിരിക്കും ഉത്തരം. ഉത്തരം 2 ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമുക്ക് നോക്കാം. സോ എനിക്ക് തോന്നുന്നു 2 ഓൺലി. യെസ്, ആൻസർ എ ആണ്, 2 ഓൺലി. ക്ലിയർ ആയത് വിചാരിക്കുന്നു. വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട്, എനിക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. ഒരു ചെറിയ ക്വാളിറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇത് കണ്ടക്ടിവിറ്റി. എ കോളത്തിലുള്ളത് കണ്ടക്ടിവിറ്റി, ജൂൾ ഹീറ്റിംഗ്, റെസിസ്റ്റിവിറ്റി, ഹീറ്റിംഗ് എലമെൻറ്റ്. ബി കോളത്തിലുള്ളത് ഓം മീറ്റർ, 1/, റെസിസ്റ്റിവിറ്റി, ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഓമിക് ഹീറ്റിംഗ്. ഇതിലേതാണെന്ന് വേണം. നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് 1/, റെസിസ്റ്റിവിറ്റി ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് അറിയാം. അതായത് ഒന്നാമത്തത് ഇവിടുത്തെ ബി കോളത്തിലെ രണ്ടാമത്തതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ജൂൾ ഹീറ്റിംഗ് നമുക്കറിയാം. ജൂൾ ഹീറ്റിങ്ങിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓമിക് ഹീറ്റിംഗ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ദെൻ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഓം മീറ്റർ ആണെന്നുള്ളത് നമുക്കറിയാവുന്ന കേസാണ്. ദെൻ അങ്ങനെയാണ് ഈ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അതായത് ഒന്നാമത്തേൻ്റെ ആൻസർ 1, 2 കണക്റ്റ് ആയിരിക്കുന്നു. 1, 2 വരുന്നത് ബിയും അതേപോലെ ഡിയും മാത്രമാണ്. അപ്പോൾ അതിൽ ഏതാണെന്ന് നോക്കാം. 1, 2, പിന്നെ രണ്ടാമത്തെ ജൂൾ ഹീറ്റിംഗ്, അത് 4 വരുന്നത്. 1, 2, 2, 4. 2ലും അങ്ങനെ തന്നെയാണ്. അടുത്തത് 3, 1. 3 അപ്പം മിക്കവാറും ഇതായിരിക്കും, ഡി ഓപ്ഷനാണ് ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത്. നമുക്ക് നോക്കാം. യെസ്, നെക്സ്റ്റ്. അടുത്തൊരു ചോദ്യം. റിഗാർഡിംഗ് ദ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് സം സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ, റീഡ് ദം കെയർഫുള്ളി. ഓക്കെ, ഒരു വൈദ്യുതവാഹിയായ സോളിനോയിഡിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു, അവ പരിശോധിക്കുക. ഒന്നാമത്തത്, മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസസ് വെൻ കറണ്ട് ഇൻക്രീസസ്. നമുക്കറിയാവുന്നതൊക്കെ അപ്പം ടിക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്ട്രെങ്ത്തും കൂടും, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അത് ശരിയാണ്. രണ്ടാമത്, വെൻ ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻക്രീസസ് ടോട്ടൽ ഫ്ലക്സ് ഇൻക്രീസസ്. അതായത് നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ഫ്ലക്സ് കൂടും, അതും നമുക്കറിയാം, ശരിയാണെന്ന് നമുക്കറിയാം. അടുത്ത്, വെൻ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ എ സോളിനോയിഡ് ക്യാരിയിങ് കോൺസ്റ്റന്റ് കറണ്ട് ഇൻക്രീസസ് ദ ഫ്ലക്സ് ത്രൂ ദ സിംഗിൾ കോയിൽ ഇൻക്രീസ്. ഇല്ല, കറണ്ടിൻ്റെ അളവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരിക്കലും ഫ്ലക്സ് ഇൻക്രീസ് ആവൂല. അപ്പം അതുകൊണ്ട് ഇത് ശരിയല്ല, തെറ്റാണത്. Then when soft iron core is used, the magnetic strength increases. സോഫ്റ്റ് അയൺ കോർ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ അവിടെ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂടും എന്നാണ് നമ്മൾ പറയുന്നത്, അത് ശരിയാണെന്ന് നമുക്കറിയാം. ദെൻ അപ്പോൾ 1, 2, 4 ശരിയാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്ക് ഇവിടെ. 1, 2, 4 ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സി ആണ്. അല്ല സാറേ, സി മാത്രമേ ശരിയായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. യെസ്, സി ഓപ്ഷൻ തന്നെയാണ് ശരി. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് വരുന്നത് യെസ്, അതായത് നമ്മുടെ എക്കോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് അടുത്തത് ചോദിക്കുന്നത്. എക്കോ. The sound of a person clapping at a point X takes to 0.02 seconds to reach the wall. ഓക്കെ, എത്രയാണ്? 0. ഇവിടെ ക്ലാപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ക്ലാപ്പ് 0.02 സെക്കൻഡിന് ശേഷമാണ് എവിടെ എത്തുന്നത്? എ എന്ന് പറയുന്ന വോളിലെത്തുന്നത്. ചോദ്യം, ഹൗ ഫാർ ഈസ് ദ വോൾ എ ഫ്രം എക്സ്? എക്സിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാവുന്നതാണ്. എന്താണ് ഡിസ്റ്റൻസ്? ഓക്കെ, അത് അവിടെ നമുക്ക് എയറിലുള്ള സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡിന് എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വി ഇൻറ്റു ടി ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, എസ് ടൈം 0.02 സെക്കൻഡ് തന്നിട്ടുണ്ട്, വി 350 തന്നിട്ടുണ്ട്, നേരെ അങ്ങോട്ട് കൊടുക്കുക. അടുത്തത്, ക്യാൻ ദിസ് പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് എക്സ് ഹിയർ ദ ഇക്കോ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിഫ്ലക്ഷൻ ഫ്രം ദ വോൾ എ ആഫ്റ്റർ ഹിയറിംഗ് ദ ഇനീഷ്യൽ സൗണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇയാൾ കൈകൊട്ടിയതിന് ശേഷം ഈ സൗണ്ട് ഇവിടെ വന്നിടിച്ചിട്ട് ഉള്ള എക്കോ ഇയാൾ കേൾക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. ആ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഈ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എയർ ആണ് മീഡിയം എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് മിനിമം 17.5 മീറ്റർ എങ്കിലും വേണം. മിനിമം 17.5 മീറ്റർ എങ്കിലും ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാമുള്ളൂ? എക്കോ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക്
ഡിസ്റ്റൻസ് അത്രയും ഉണ്ടാവും നോക്കാം. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 7 മീറ്റർ ആണ് കിട്ടുന്നത്. ഓക്കെ, 7 മീറ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 മീറ്റർ ഉണ്ടെങ്കിൽ എക്കോ കേൾക്കോ? ഇല്ല. എക്കോ കേൾക്കണമെങ്കിൽ മിനിമം എത്ര സമയമാണ്? 17.5 മീറ്റർ വേണം. ഇവിടെ അത്രയും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കേൾക്കുന്നില്ല. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, ഇൻ എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ടു ബൈ സ്പെക്ടക്കിൾസ് -4.0 diopter is indicated. A question, what type of lens is to be used in the spectacle? ഞാൻ പഠിപ്പിച്ച സമയത്തെ കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ആ നെഗറ്റീവ് സൈൻ വരികയാണെങ്കിൽ എന്താണ്, കോൺകേവ് ആയിരിക്കും. ഞാൻ പഠിപ്പിച്ചിരിക്കുന്ന കോഡ് ഇങ്ങനെയായിരുന്നു, പ്ലസ് വെക്സ് എന്ന് പറയുന്ന കോഡായിരുന്നു. പ്ലസ് വെക്സ്, പ്ലസ് സൈൻ ആണെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കോഡ് പഠിപ്പിച്ചു തന്നത്. ഞാൻ അടുത്തത് കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. നമുക്കറിയാം ഇവിടെ ഈ തന്നിരിക്കുന്നത് ഡയോപ്റ്റർ എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. സോ പവർ ഇസ് ഈക്വൽ ടു 1 ഫോക്കൽ ലെങ്ത്. ഇതാണ് ഇക്വേഷൻ. ഇവിടെ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലായിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം പവർ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്താണ്, ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 1 പവർ എന്ന് എഴുതാം. ഇത് നേരിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് -25 സെൻറ്റിമീറ്റർ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1 പവർ ആണ്. അതായത് 1/-4. അപ്പോൾ 1/-4 എന്ന് പറഞ്ഞാൽ -0.25 മീറ്റർ എന്ന് വരും. 0.25 മീറ്റർ. ഓക്കെ, യെസ്. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, മീറ്ററിലാണെങ്കിൽ -0.25 മീറ്റർ. ദെൻ അടുത്തൊരു അതിൽ തന്നെ ഉള്ള ഒരു ചോദ്യമുണ്ട്. ഇതാ, a power of a lens is related to the ability to converge or diverge light rays incident on it. Calculate the power of a concave lens of focal length 50 centimeter. ഒരു കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ കോൺകേവ് ലെൻസിൻ്റെ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, 50 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത്താണ് തന്നിരിക്കുന്നത് ഇവിടെ. ഈ കേസിൽ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. പവർ കണ്ടുപിടിക്കാനാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/p ആണ് ചെയ്യേണ്ടത്. അല്ല, പവറല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അതായത് പി ഇസ് ഈക്വൽ ടു 1/f. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അതിനെ മീറ്ററിലേക്ക് മാറ്റണം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ /100 ആണ്. അതായത് 50/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്ന് വരും. ഓക്കെ, ദെൻ 1/0.5 ചെയ്യണം. പിന്നെ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. ഇവിടെ ആ ബോധം ഉണ്ടാവണം, കാരണം നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വെച്ച് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ, യെസ്. ഫോക്കൽ ലെങ്ത് -0.5, 1/-0.5. ആൻസർ -2 ഡയോപ്റ്റർ എന്ന് വരും. ഓക്കെ, അതെന്തുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം, ബിക്കോസ് കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്, അത് പ്രിൻസിപ്പൽ ഫോക്കസ് അവിടെ ആയിരിക്കും, സെയിം സൈഡിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ലെൻസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ് മെഷർ ചെയ്യുക. ലെൻസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യുന്ന അളവുകളെല്ലാം എന്തായിരിക്കണം, മൈനസ് ആയിരിക്കണം. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഫേസ്ഡ് വൈൽ ട്രാൻസ്മിറ്റിംഗ് ഇലക്ട്രിസിറ്റി ഓവർ ലോങ് ഡിസ്റ്റൻസസ് യൂസിങ് കണ്ടക്റ്റിംഗ് വയർ? ഹൗ ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ്? അതായത് ഇലക്ട്രിസിറ്റി ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ആണ്. അതായത് എനർജി വിൽ ബി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ ഫോമിൽ എനർജി നമുക്ക് നഷ്ടം വരും. അങ്ങനെ ഇതാണ്, അതായത് എനർജി ലോസ് ആണ് നമ്മൾ നേരിടാൻ പോകുന്ന പ്രോബ്ലം എങ്കിലും ഇതിന് ഹൗ ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് എന്ന് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം വോൾട്ടേജ് കൂട്ടി കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. വോൾട്ടേജ് കൂട്ടിയിട്ട് കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അവിടെ ഈ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. എനർജി ലോസ് ആസ് ഹീറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. പവർ സ്റ്റേഷനിൽ നിന്ന് ദൂരസ്ഥലങ്ങളിലേക്ക് ചാലക കമ്പികളിലൂടെ വൈദ്യുതി എത്തിക്കുമ്പോൾ ജൂൾ നിയമപ്രകാരം താപം വഴിയുള്ള ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നു. അതിനുള്ള സൊല്യൂഷൻ, യൂസ് ലോ റെസിസ്റ്റിവിറ്റി വയർ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇൻക്രീസ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറണ്ട്. റെസിസ്റ്റിവിറ്റി കുറഞ്ഞതും അനുയോജ്യമായ ലോഹക്കമ്പികൾ ഉപയോഗിക്കുക. പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് കറണ്ട് കുറയ്ക്കുക. അടുത്തത്,
The diameter of a pulley is 10 centimeter. What is when it is used as a fixed pulley, what will be its mechanical advantage? നമുക്കറിയാവുന്ന കാര്യമാണ് ഫിക്സഡ് പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഫിക്സഡ് പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആയിരിക്കും. മൂവബിൾ പുള്ളിയുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 ആയിരിക്കും. ഇത് നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. The next, if it is used as a movable pulley, what will be its load arm and what will be its effort arm? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലോഡ് ആമും എഫേർട്ട് ആമും തമ്മിലുള്ള എത്രയാണ്? ഇവിടെ ലോഡ് ആം 5ഉം എഫേർട്ട് ആം എന്ന് ലോഡ് ആം എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസും എഫേർട്ട് ആം എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്ററുമായിരിക്കും. ലോഡ് ആം എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസും എഫേർട്ട് ആം എന്ന് പറയുന്നത് ആ പുള്ളിയുടെ ഡയമീറ്ററുമായിരിക്കും. ഓക്കെ, യെസ്. Then next, the direction of magnetic field around a current carrying conductor AB is marked in the figure. ഓക്കെ, ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നു. അത് എങ്ങോട്ടാണത്? ഇങ്ങോട്ടാണ് അല്ലേ? ഇങ്ങോട്ടാണ്. അപ്പോൾ കറണ്ട് എങ്ങോട്ടായിരിക്കും? കറണ്ട് എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനായിരിക്കും. അതായത് B to A. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബിയിൽ നിന്നും എയിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ എ ബി. എവിടെ നിന്ന്? എയിൽ നിന്നും ബിയിൽ നിന്ന് എയിലേക്ക് കേട്ടോ, മാറിപ്പോയി. ബിയിൽ നിന്നും എയിലേക്കായിരിക്കും കറണ്ട് ഡയറക്ഷൻ. കാരണം നമുക്കറിയാം മാഗ്നറ്റിക് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? തമ്മിൻ്റെ ഡയറക്ഷൻ അല്ലേ? അത് ബിയിൽ നിന്നും എയിലേക്കായിരിക്കും. വിച്ച് റൂൾ ഹെൽപ്ഡ് യു ടു ഫൈൻഡ് ദിസ്? ഏത് റൂളാണ് നിങ്ങളെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. യെസ്, B to A ആയിരിക്കും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അടുത്തൊരു ചോദ്യമാണ്, വെൻ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ കണ്ടക്ടർ എ ബി. കറണ്ട് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്റ്റഡ് നോർത്ത് പോൾ ഓഫ് ദ കോമ്പസ് പ്ലേസ്ഡ് ഓൺ ദ കാർഡ്ബോർഡ് വാസ് ഒബ്സർവ്ഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവിടെ കോമ്പസിലെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ചോദ്യം, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്? കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നോക്ക്, ആ കണ്ടക്ടറെ വലത് കൈ കൊണ്ട് പിടിക്കുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലല്ലേ നമ്മുടെ എന്താണ് ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നത്? ഏത് ഡയറക്ഷനിലാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ? അല്ലേ? സോ കറണ്ട് അപ്പം എങ്ങോട്ടായിരിക്കും? മുകളിലേക്ക്. കറണ്ട് അപ്പം എയിൽ നിന്നും ബിയിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ. വൈ ഡു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് വെൻ ദ കറണ്ട് പാസസ് ത്രൂ ദ എ ബി? വൈ ഡു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് വെൻ കറണ്ട് പാസസ് ത്രൂ ദ എ ബി? അതെന്തുകൊണ്ടാണത്? അത് മാഗ്നറ്റിക് ഫീൽഡുകൾ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നത് കൊണ്ടാണ് കാന്തസൂചികൾ വിഭ്രംശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡ്യൂ ടു മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ആൻഡ് ഹീറ്റിംഗ് അപ്ലയൻസസ് ഓപ്പറേറ്റിംഗ് അറ്റ് 200 വോൾട്ട് പ്രൊഡ്യൂസസ് 12,000 ജൂൾ ഹീറ്റ് ഇൻ 1 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ അപ്ലയൻസസ്. നമുക്കിവിടെ ചോദിച്ചത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. തന്നിരിക്കുന്നത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതേപോലെ ജൂള് ഹീറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ്, ഇതൊക്കെ വെച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമുക്കറിയാം ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതൊക്കെ വെച്ചിട്ട് V²/R × T. ഇതാണ് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിൽ നിന്നും R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ R ഇങ്ങോട്ട് എടുക്കുക, H ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും? R = V²/H × T. ഇതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, സെയിം V²/R × T ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ അതിനെ സെക്കൻഡിലേക്ക് ആക്കണം കേട്ടോ. ഓക്കെ, യെസ്. 1 മിനിറ്റ് എന്നുള്ളത് 1 × 60 സെക്കൻഡ് എന്നാണ്. അടുത്തത്, ദ നിയർ പോയിന്റ് ഓഫ് ദ ഐ ഓഫ് എ ചൈൽഡ് ഈസ് 34 സെൻറ്റിമീറ്റർ. നിയർ പോയിന്റ് 34 സെൻറ്റിമീറ്റർ എന്ന്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ നിയർ പോയിന്റ് എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 25-നേക്കാളും കൂടുതലാണത് അല്ലേ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാക്കാം അയാൾക്ക് എന്താണ് അസുഖം? ഹൈപ്പർമെട്രോപ്പിയാണ് അസുഖം എന്നുള്ള കാര്യം അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്? അപ്പോൾ ഹൈപ്പർമെട്രോപ്പിയുടെ ഡിഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അവിടെ അങ്ങോട്ട് കൊടുത്തേക്കുക. ഹൈപ്പർമെട്രോപ്പിയുടെ ഡിഫക്റ്റ് എന്താണെന്നുള്ള, അല്ലെങ്കിൽ ലോങ് സൈഡ്നെസ്സിൻ്റെ ഡിഫക്റ്റ് എന്താണെന്നുള്ള റീസൺസ് ചോദിക്കുക. ഹൗ ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ്? ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ എന്താണ്? കോൺവെക്സ് ലെൻസ് അല്ലേ? യെസ്.
ഹൈപ്പർമെട്രോപ്പിയുടെ റീസൺ എന്താണ്? ഐബോൾ സൈസ് സ്മോൾ ആവുന്നു, അതേപോലെ തന്നെ ലെൻസിൻ്റെ പവർ കുറയുന്നു. ഇതൊക്കെയാണ് എന്തിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഹൈപ്പർമെട്രോപ്പിയുടെ റീസൺസ്. ദെൻ ഇത് കറക്റ്റ് ചെയ്യണത് എങ്ങനെയാണ്? ഈ അനുയോജ്യമായ പവറുള്ള സ്യൂട്ടബിൾ പവറുള്ള കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? റെക്ടിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തത്, വെൻ എ ക്യാൻഡിൽ ഫ്ലെയിം ഈസ് പ്ലേസ്ഡ് നിയർ എ ലെൻസ്. ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ലെൻസിൻ്റെ മുമ്പിലാണ് ഒരു ക്യാൻഡിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത്. മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ് കുഡ് ബി വ്യൂഡ് ത്രൂ ദ ലെൻസ്. മാഗ്നിഫൈഡും ഇറക്റ്റും, അതായത് വലുതും നിവർന്നതുമായിട്ടുള്ള ഒരു ഇമേജ് അവിടെ കിട്ടി. ഈസ് ദിസ് ഇമേജ് റിയൽ ഓർ വിർച്വൽ? അപ്പോൾ നമുക്ക് എഴുതാം ഈ ഇമേജ് വിർച്വൽ ആണ് എന്നുള്ള, കാരണം അവിടെ ഇറക്റ്റ് ഇമേജ് ആണെങ്കിൽ അതെന്തായിരിക്കും? വിർച്വൽ ഇമേജ് ആയിരിക്കും കേട്ടോ. ഇറക്റ്റ് ആണെങ്കിൽ അത് വിർച്വൽ ആയിരിക്കും. അടുത്തൊരു ചോദ്യം, ക്യാൻ ദിസ് സെയിം ലെൻസ് ബി യൂസ്ഡ് ടു ഫോം ആൻ ഇമേജ് ഹാവിങ് ഈക്വൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിൽ ഉള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ ഈ ലെൻസ് ഉപയോഗിച്ച് കഴിയുമോ? കഴിയും. നമുക്കറിയാലോ, 2F വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമേജ് എവിടെ ഉണ്ടാവും? 2F തന്നെയായിരിക്കും ഇമേജ് ഉണ്ടാവുന്നത്. സെയിം സൈസും ആയിരിക്കും. മനസ്സിലായാലും, അതായത് 2F വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എവിടെ കിട്ടും? ആ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസുള്ള ഇമേജ് നമുക്ക് അവിടെ കിട്ടും. പ്രൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഒരു ഡയഗ്രാം വെച്ച് പ്രൂവ് ചെയ്യുക. അത് ഇത്രയേ ഉള്ളൂ കാര്യം. യെസ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ്? ഞാനത് ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് കോഡിട്ടാണ് പഠിപ്പിച്ചത്. എന്താണ്? പനിച്ചു എന്നാണ് ഞാനത് കോഡിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പച്ച, നീല, ചുവപ്പ്. പനിച്ചു. ഓക്കെ, നെയിം എനി 2 പ്രൈമറി കളർ. ഏതെങ്കിലും പ്രൈമറി കളറുകൾ എടുക്കാം. 3 ഉണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. അതിൽ സപ്പോസ് ഞാനിപ്പോൾ ഏത് കളറാണ് എടുത്തത്? ഞാനൊരു റെഡും അതേപോലെ ഗ്രീനും എടുത്തു എന്ന് വിചാരിക്കാം. നെയിം എനി 2 പ്രൈമറി കളർ. ഓക്കെ, ഞാൻ 2 പ്രൈമറി കളർ എടുത്തു. വിച്ച് ഈസ് ദ സെക്കൻഡറി കളർ ഫോംഡ് വെൻ ദീസ് പ്രൈമറി കളേഴ്സ് യു ഹാവ് റിട്ടേൺ ആർ കമ്പൈൻ? അതായത് ഞാനിവിടെ എഴുതിയ 2 പ്രൈമറി കളർ, അത് റെഡും ഗ്രീനും, അത് കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന സെക്കൻഡറി കളർ ഏതാണ്? അതായത് റെഡ് പ്ലസ് ഗ്രീൻ കമ്പൈൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന സെക്കൻഡറി കളർ യെല്ലോ ആണ്. ഓക്കെ, നമുക്കറിയാം. വാട്ട് ഈസ് ദ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദി സെക്കൻഡറി കളർ? ഈ സെക്കൻഡറി കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? യെല്ലോയുടെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? നമുക്കറിയാലോ, ബ്ലൂ ആണ്. അതായത് യെല്ലോ പ്ലസ് ബ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഞാനത് പഠിപ്പിച്ച സമയത്ത് നിങ്ങൾക്കൊരു ചിത്രം വരച്ചാണ് ഞാനത് പഠിപ്പിച്ചത്. ഇതായിരുന്നു ഞാൻ വരച്ച ചിത്രം. റെഡ്, ഗ്രീന്, ബ്ലൂ. റെഡും ഗ്രീനും തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ യെല്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബ്ലൂവും ഗ്രീനും തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ സയൻ ആയിരിക്കും റിസൾട്ടായിട്ട് കിട്ടുന്നത്. റെഡും ബ്ലൂവും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മജന്ത ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്. ഇവിടെ ഇപ്പോൾ യെല്ലോയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ റെഡും അതേപോലെ ഗ്രീനും ചേർന്നാണ് യെല്ലോ ഉണ്ടാവുന്നത്. അതിൽ ബ്ലൂവിന് യാതൊരു പങ്കുമില്ല. അതായത് യെല്ലോയും പ്ലസ് ബ്ലൂവും ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് വൈറ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ. അതേപോലെ തന്നെ മജന്തയുടെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? മജന്തയിൽ എന്തില്ല? ഗ്രീനിന് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ മജന്ത പ്ലസ് ഗ്രീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ഓക്കെ, സയൻ ആണെങ്കിൽ റെഡ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഇൻ സൺലൈറ്റ് ലീവ്സ് ഓഫ് എ പ്ലാന്റ് ഇൻ എ റെഡ് കളേർഡ് ഫ്ലവർ പോട്ട് അപ്പിയേഴ്സ് ഗ്രീൻ ആൻഡ് ഫ്ലവേഴ്സ് അപ്പിയർ യെല്ലോ. അതായത് ഒരു സൺലൈറ്റിൽ ഒരു പോട്ടിൽ, ഫ്ലവർ പോട്ടിൽ വെച്ചിരിക്കുന്ന, ഫ്ലവർ പോട്ടിൻ്റെ കളർ എന്താണ്? റെഡ് കളറുള്ളൊരു ഫ്ലവർ പോട്ട്. ഓക്കെ, വേണമെങ്കിൽ ഞാനത് വരയ്ക്കാനുള്ള കഠിനമായൊരു ശ്രമം ഞാൻ വേണമെങ്കിൽ നടത്താം. യെസ്, യെസ്, ഇതാണ് ഒരു ഫ്ലവർ പോട്ട്. ഈ ഒരു ഫ്ലവർ പോട്ടിൽ ഒരു ചെടിയുണ്ട്. ഈ ചെടിയുടെ പറയുന്നത്, ഈ ചെടിയുടെ ലീഫ് ഗ്രീൻ ആണെന്ന് പറയുന്നുണ്ട്. ഈ ചെടിയുടെ ലീഫ് ഗ്രീൻ ആണ്.
യെസ്, ചെടിയുടെ ലീഫ് ഗ്രീൻ ആണെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ചെടിയുടെ ഫ്ലവർ യെല്ലോ ആണെന്നും പറയുന്നുണ്ട്. ഈ ചെടിയുടെ ഫ്ലവർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെസ്, നല്ല ഭംഗിയുണ്ടല്ലേ അല്ലേ? യെസ്. അപ്പോൾ സാറേ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ നമ്മുടെ? ഓക്കെ അല്ലേ? യെസ്. ദെൻ ഇവിടെ പറയുന്നൊരു കാര്യം, ഈ ഫ്ലവർ പോട്ടിൻ്റെ കളർ റെഡ് ആണ്. റെഡ് കളർ ഫ്ലവർ പോട്ടിലാണ് ഈ ചെടി ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യണം നമുക്ക്. യെസ്, റെഡ് കളർ ഫ്ലവർ പോട്ടാണ് കേട്ടത്. ഓക്കെ, യെസ്. ഇതാണ് ചോദ്യം. ചോദ്യതാണ്, when observed through yellow filter, which color will the leaves and flowers appear? Justify your answer. അതായത് ഈ സൺലൈറ്റിനെ ഒരു യെല്ലോ കളർ ഫിൽറ്ററിലൂടെ കടത്തിവിടുകയാണെങ്കിൽ ഇതാ ഇപ്പോൾ യെസ് ഇവിടെ നിന്ന് സൺലൈറ്റ് ഇങ്ങനെ വരികയാണ് കേട്ടോ. സൺലൈറ്റ് വരികയാണ്. ഇതിനെ ഒരു യെല്ലോ കളർ ഫിൽറ്ററിലൂടെ അങ്ങ് കടത്തി വിടുകയാണ്. ഒരു യെല്ലോ കളർ ഫിൽറ്ററിലൂടെ ഞാൻ കടത്തി വിട്ടപ്പോൾ ഏത് കളറിലായിരിക്കും ഈ ലീഫും ഫ്ലവറും ഏത് കളറിൽ കാണാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ വിച്ച് കളർ വിൽ ദ ലീഫ് ആൻഡ് ഫ്ലവർ അപ്പിയർ? നമുക്കറിയാം ലീഫ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലാണ്. ഇത് യെല്ലോ ഫിൽറ്ററാണ്. യെല്ലോ ഫിൽറ്റർ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനാണ്? റെഡിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷനാണ് ആരെന്ന് പറയുന്നത്? യെല്ലോ എന്ന് പറയുന്നത് അല്ലേ? റെഡിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷനാണ് യെല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ യെല്ലോ ഫിൽറ്ററിലൂടെ ഗ്രീൻ കളർ ലീഫിനെ നോക്കിക്കഴിഞ്ഞാൽ ലീഫ് ഗ്രീൻ ആയിട്ട് തന്നെ കാണും. യെല്ലോ ഫ്ലവർ ഫിൽറ്ററിലൂടെ യെല്ലോ കളർ ഫ്ലവറിനെ നോക്കിക്കഴിഞ്ഞാൽ അത് യെല്ലോ കളർ ആയിട്ട് തന്നെ കാണും. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തതിൻ്റെ ആൻസർ കിട്ടി. സോ ഒന്നാമതിൻ്റെ ആൻസർ കിട്ടി. അടുത്തത്, ഇൻ വിച്ച് കളർ ലൈറ്റ് വിൽ ദ ഫ്ലവർ പോട്ട് അപ്പിയർ ഡാർക്ക് ആൻഡ് ലീവ്സ് ആൻഡ് ഫ്ലവർ അപ്പിയർ ഗ്രീൻ? ഏത് കളറ് ചെന്നിടിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലവർ പോട്ടില്ലേ ഇത് ഡാർക്കായിട്ട് കാണും. അതേപോലെ തന്നെ ലീഫ് ഗ്രീൻ ആയിട്ടും ഫ്ലവർ യെല്ലോ ആയിട്ടും തന്നെ കാണണം. അപ്പോൾ അതിന് ഇതിലേക്ക് ഏത് കളർ ലൈറ്റ് അടിക്കണം? ഏത് കളർ ലൈറ്റ് അടിച്ചാൽ മതി? സിമ്പിൾ, ഗ്രീൻ കളർ ലൈറ്റ് അടിച്ചാൽ മതി. മനസ്സിലായി? ഇവിടേക്ക് വന്ന് വീഴുന്നത് ഗ്രീൻ കളർ ലൈറ്റ് ആണെന്ന് വിചാരിക്കും. ഗ്രീനും റെഡും പ്രൈമറി കളറാണ്. അതായത് റെഡിലേക്ക് റെഡ് കളർ പോട്ടുമ്മ ഗ്രീൻ കളർ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ഫ്ലവർ പോട്ട് ഡാർക്ക് കളറിലായിരിക്കും കാണുന്നത്. അതേപോലെ ഗ്രീൻ കളർ ലൈറ്റ് വന്ന് ഗ്രീൻ ലീവുമ്മ വീണ് കഴിഞ്ഞാൽ അത് ഗ്രീൻ ആയിട്ട് തന്നെ കാണും. ഗ്രീൻ കളർ ലൈറ്റ് വന്ന് യെല്ലോ ഫ്ലവറുമ്മ വന്ന് വീണ് കഴിഞ്ഞാൽ അത് യെല്ലോ ആയിട്ട് തന്നെ കാണും. കാരണം എന്താണ്? ഗ്രീൻ യെല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു സബ് കളറാണ്. അതായത് ഗ്രീനും റെഡും ചേർന്നാണ് യെല്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ മറുപടി അതിൻ്റെ ആൻസർ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി നീഡ് ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ് ടു പാസ് ഓൺ എ ഹാബിറ്റബിൾ എർത്ത് ടു ഫ്യൂച്ചർ ജനറേഷൻ. സജസ്റ്റ് 3 ways ടു റെഡ്യൂസ് കാർബൺ ഫുട് പ്രിൻറ്റ്. ഇത് പഠിപ്പിച്ച സമയത്തെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. അതായത് കാർബൺ ഫുട് പ്രിൻറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഈ വർഷം ടെക്സ്റ്റിൽ ആഡ് ചെയ്യുന്നുള്ള കാര്യമായതുകൊണ്ട് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എന്തൊക്കെയാണ്? റെഡ്യൂസ് ഡൊമസ്റ്റിക് എനർജി യൂസ്, ഡോണ്ട് വേസ്റ്റ് ഫുഡ്, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് യൂസ് റീസൈക്ലബിൾ പ്രൊഡക്റ്റ്. Then next, what is the work done to lift vertically an object having 400 Newton to the position A? അതായത് ഈ 400 ന്യൂട്ടൺ ലോഡ് 3 മീറ്റർ ഹൈറ്റിൽ ഉയർത്തി ഈ എ എന്ന് പറയുന്ന പൊസിഷനിലെത്തിയാൽ ഞാൻ ചെയ്യേണ്ട വർക്ക്.
അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എത്രയാണ്? 400 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? 3. അപ്പം 400 × 3 എന്ന് പറഞ്ഞാൽ 1200 ജൂൾ വർക്കാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത്. 1200 ന്യൂട്ടൺ വർക്കാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ബി ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ എഫേർട്ട് required to move another object of the same weight from B to A. ബിയിൽ നിന്ന് എയിലേക്ക് എത്തിക്കണം എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ഒബ്ജക്റ്റ് 400 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഇതേ സെയിം ഒബ്ജക്റ്റിനെ ബിയിൽ നിന്നും എയിലേക്ക് എനിക്ക് എത്തിക്കണം. ഏത്? ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ എനിക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താണ്? ലോഡ് ബൈ എഫേർട്ട് ഇസ് ഈക്വൽ ടു സ്മോൾ എൽ ബൈ എച്ച്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്നും എഫേർട്ടാണ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലേ? എന്താണ്? ഇ ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എച്ച്. നമുക്ക് ഇ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എൽ ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ സ്മോൾ എൽ. ലോഡ് എത്രയാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈറ്റ് എച്ച് എത്രയാണെന്ന് നമുക്കറിയാം. ദെൻ എൽ 6 ആണെന്ന് നമുക്കറിയാം. നേരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ 400 ആണ്, എച്ച് 3 ആണ് ഹൈറ്റ്, പിന്നെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. നേരെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടി. യെസ്, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹൈറ്റ് ഓഫ് ദ സ്ക്രൂ ഇൻ സ്ക്രൂ ജാക്ക് ഈസ് 30 സെൻറ്റിമീറ്റർ. അതായത് ഒരു സ്ക്രൂവിൻ്റെ ഹൈറ്റ് 30 സെൻറ്റിമീറ്റർ. ദർ ആർ 10 ത്രെഡ്സ് ഇൻ ഈച്ച് സ്ക്രൂ. ഓരോ സ്ക്രൂവിലും 10 എന്താണ് ത്രെഡ് ഉണ്ടെന്ന്. ഓക്കെ, അതാണ് സ്ക്രൂവിൻ്റെ മൊത്തം ലെങ്ത് 30, അതിൽ 10 ത്രെഡ് ഉണ്ട്. അപ്പോൾ 30/10 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ത്രെഡിൻ്റെയും ഹൈറ്റ് കിട്ടും. ഓരോ ത്രെഡിൻ്റെയും ഹൈറ്റിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്, മറക്കരുത്. ദ ലെങ്ത് ഓഫ് 1 ത്രെഡ് ഈസ് 15 സെൻറ്റിമീറ്റർ. ലെങ്ത് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ദ പിച്ച് ഓഫ് ദ സ്ക്രൂ? കണ്ട, അത് തന്നെയാണ് ഞാൻ ചോദിച്ചിരുന്നത്. പിച്ചാണ് ചോദിച്ചിരുന്നത്. മൊത്തം 30 സെൻറ്റിമീറ്റർ ആണ്. ആ 30 സെൻറ്റിമീറ്ററിൽ 2 പിരികൾ, അതായത് 2 ആ ഒരു ഇഴകൾക്കിടയിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 30 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 10 ത്രെഡ് ഉണ്ട്. 30/10 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 3 സെൻറ്റിമീറ്റർ ആണ് അടുത്ത പിച്ച്. അത് കിട്ടി. ദെൻ അടുത്ത ചോദ്യം. ഹൗ മച്ച് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ സ്ക്രൂ? സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ്? സ്മോൾ എൽ ബൈ എച്ച്. ഇതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ത്രെഡും എച്ച് എന്ന് പറഞ്ഞാൽ പിച്ചും. ലെങ്ത് ഓഫ് ദ ത്രെഡ് 15 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിച്ച് 3 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 5 എന്ന് കിട്ടി. അടുത്തൊരു ചോദ്യം. ഇഫ് എ വെഹിക്കിൾ ഓഫ് വെയ്റ്റ് 10,000 ന്യൂട്ടൺ ഇഫ് ലിഫ്റ്റഡ് യൂസിങ് സ്ക്രൂ ജാക്ക്, കാൽക്കുലേറ്റ് ദ എഫേർട്ട്. ഇവിടെയും എഫേർട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ എൽ ബൈ എച്ച് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സ്മോൾ എൽ ബൈ, അതായത് ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ എൽ ബൈ എച്ച്. ഇത് തന്നെയാണ് ഇവിടെ അവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ എഫേർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ലോഡ് ഇവിടെ അവൻ തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ലെങ്ത് എത്ര? ആ ഡിസ്റ്റൻസ് ലെങ്ത് 15 തന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് നേരെ എച്ച് എന്ന് പറഞ്ഞാൽ പിച്ചാണ്. പിച്ച് 5 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, എഫേർട്ട് ഇസ് ഈക്വൽ 10,000/5 ഇസ് ഈക്വൽ ടു 22,000 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMS ഒബ്റ്റെയിൻഡ് ബൈ ആർമേച്ചർ വെൻ എ DC ജനറേറ്റർ? DC ജനറേറ്റർ ഇത് പഠിപ്പിച്ച സമയത്തെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. DC ജനറേറ്ററിനുള്ള ഗ്രാഫ് നോക്കിയിട്ടുണ്ടാവണം. DC ജനറേറ്ററിൽ നിന്നുള്ള ഗ്രാഫ് എങ്ങനത്തെ ഗ്രാഫ് ആയിരിക്കും? ഇതായിരിക്കും DC ജനറേറ്ററിൽ നിന്നുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. അല്ല, ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ചാടിക്കേറി ഇതിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ പണി പാടും. എന്താണെന്ന് ഞാൻ പറയാം. വിച്ച് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് EMF ഒബ്റ്റെയിൻഡ് ഫ്രം ആർമേച്ചർ? കണ്ട, ആർമേച്ചറിലാണ്. അതായത് ആർമേച്ചർ DC ജനറേറ്റർ ആയിക്കോട്ടെ, AC ജനറേറ്റർ ആയിക്കോട്ടെ, ആർമേച്ചറിൽ ഉണ്ടാവുന്നത് ഏത് തന്നെയായിരിക്കും? EMF ഏത്? AC തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നാമത്തതാണ് എൻ്റെ ആൻസർ കേട്ടോ. യെസ്, A തന്നെയാണ് എൻ്റെ ആൻസർ. ദെൻ അടുത്തൊരു ചോദ്യം. ഇഫ് ദ ആർമേച്ചർ ഓഫ് ദ DC ജനറേറ്റർ ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ്. അതായത് ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചർ അനക്കാതെ വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റിനെ അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അതായത് ആർമേച്ചർ അനക്കുന്നില്ല.
then which will be the graphical representation of the EMF obtained in the external circuit. അതായത് ഒരു ഡി സി ജനറേറ്ററുടെ കേസിൽ നോർമലി നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡി സി ജനറേറ്ററുടെ കേസിൽ രണ്ട് ഫീൽഡ് മാഗ്നറ്റുകൾ അനങ്ങാതിരിക്കും, അതിൻ്റെ നടുക്കിരിക്കുന്ന ആർമേച്ചർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആർമേച്ചർ കറങ്ങുമ്പോൾ അതിനോട് ചേർന്ന് സ്പ്ലിറ്റ് റിങ്ങുകളും കറങ്ങുകയും എന്താണ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ അകത്തുണ്ടാകുന്ന EMF മറ്റേ നമ്മുടെ ആർമേച്ചറിൽ ഉണ്ടാകുന്ന എ സിനെ നമ്മുടെ സ്പ്ലിറ്റ് റിങ്സ് എന്താക്കി മാറ്റും, DC ആയി കൺവേർട്ട് ചെയ്യും. അത് ആർമേച്ചർ കറങ്ങുന്നത് കൊണ്ടാണ്. ഇവിടെ പറയുന്നത് ആർമേച്ചർ സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്, ഫീൽഡ് മാഗ്നറ്റുകളാണ് കറങ്ങുന്നത്. അപ്പോൾ അവിടെ എന്ത് വർക്ക് ചെയ്യുന്നില്ല, അവിടെ സ്പ്ലിറ്റ് റിങ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർമേച്ചർ സ്റ്റേഷനറി ആയിട്ടിരുന്ന് മാഗ്നറ്റ് ആണ് കറങ്ങുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏത് കറണ്ട് തന്നെയായിരിക്കും, AC കറണ്ട് തന്നെയായിരിക്കും കേട്ടോ. If the armature doesn't rotate, the split ring commutator doesn't rotate, producing an AC in the external circuit. Then അടുത്തത് an acrylic sheet is kept above the south pole of the magnet. Two copper rods connected to a battery are placed above the sheet. What is the AB is another copper rod placed above them. What above them as shown in the figure. A question, when the switch is turned on, the AB is rolling towards P. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഈ AB എവിടേക്ക് റോൾ ചെയ്യുന്നു, Pയിലേക്ക് റോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫോഴ്സ് Pയുടെ ഭാഗത്തേക്കാണെന്ന് കിട്ടി. വാട്ട് വുഡ് ഹാവ് ബീൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ AB? ABയിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫോഴ്സ് ഏതാണ്, തമ്പാണ്. അപ്പോൾ തമ്പ് ഏത് ഡയറക്ഷനിലായിരിക്കണം, നമ്മുടെ Pയുടെ ഡയറക്ഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? കറണ്ടിൻ്റെ ഡയറക്ഷൻ മിഡിൽ ഫിഗർ അല്ലേ കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മിഡിൽ ഫിഗർ എങ്ങോട്ടായിരിക്കും വരുന്നത്? മിഡിൽ ഫിഗർ എങ്ങോട്ടായിരിക്കും വരുന്നത്? എയിൽ നിന്നും ബിയിലേക്ക്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ എവിടെയാണ്? എയിൽ നിന്നും ബിയിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യമുണ്ട്, ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, സജസ്റ്റ് 2 മെത്തേഡ്സ് ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് റോളിംഗ്. 2 മെത്തേഡ്, ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, ഒന്ന് നമ്മുടെ സെല്ല്, അതായത് സെല്ലിൻ്റെ ബാറ്ററിയുടെ പൊളാരിറ്റി തിരിച്ചാൽ മതി. ഇപ്പം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ നേരെ പൊളാരിറ്റി തിരിക്കുക, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവും ആക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തോളും. ഓക്കെ, യെസ്. അതേപോലെ തന്നെ പ്ലേസ് കണ്ടക്ടർ എബോവ് ദ നോർത്ത് പോൾ. ഇപ്പോൾ സൗത്ത് പോളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കണ്ടക്ടർ നോർത്ത് പോളിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈ ഒരു ചോദ്യം നോക്കാം. വെൻ എ വേവ് ഫോംഡ് ഇൻ എ സ്ലിംഗി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ നമുക്കറിയാം ഡെൻസർ പാർട്ടിനെ നമ്മൾ എന്താണ് കംപ്രഷൻ എന്നും കുറച്ച് അത്രയ്ക്ക് ഡെൻസ് അല്ലാത്ത ഭാഗത്തിന് നമ്മൾ റെയർ ഫ്രാക്ഷൻ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, അഗെയിൻ കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ, ഇങ്ങനെയാണ്. നമുക്കറിയാം 2 റെയർ ഫ്രാക്ഷനുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 കംപ്രഷൻ റീജിയൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്, വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ? ഏത് ടൈപ്പ് വേവാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം ആ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ്, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവ്, ഇതൊക്കെ എന്താണ്, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. ആ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിലാണ് കംപ്രഷനും റെയർ ഫ്രാക്ഷനും ഉള്ളത്. അപ്പോൾ അത് ഇതെന്ത് തരം വേവാണ്? ലോഞ്ചിറ്റ്യൂഡൽ വേവാണിത്. ഡസ് ദിസ് നീഡ് എ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ? ഈ വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമാണോ? യെസ്, ഓഫ് കോഴ്സ്. കാരണം ഇതൊരു സൗണ്ട് വേവ് ആയതുകൊണ്ട് തന്നെ മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ബിക്കോസ് നമ്മൾ മൂണിലൊക്കെ ചെന്നിട്ട് പരസ്പരം അടുത്ത് സംസാരിച്ചാൽ പോലും കേൾക്കില്ല, കാരണം അവിടെ അറ്റ്മോസ്ഫിയറില്ല. സോ അതുകൊണ്ട് തന്നെ അതിനൊരു ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം വേണം. അടുത്തത്, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദിസ് ടൈപ്സ് ഓഫ് വേവ്? ഏതാണ്? ഒന്നിൽ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള 2 റെയർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ 2 കംപ്രഷൻ റീജിയൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ അത് എത്രയാണ്? 7 ആണ്. അടുത്തത്, a wave shown in this figure takes 2 seconds to reach B from A. അതായത് ബിയിൽ നിന്നും എയിലെത്താനായിട്ട് 2 സെക്കൻഡ് സമയമെടുത്തു. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ബൈ അതിൻ്റെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും, സ്പീഡ്. ഓക്കെ, യെസ്. ഡിസ്റ്റൻസ്
21 ബൈ ടൈം എത്രയാണ് 2. അപ്പോൾ 10.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഈസ് ദ വേവ് വിത്ത് ലോവർ ആംപ്ലിറ്റ്യൂഡ്? ഏറ്റവും ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള വേവ് ഇതിലേതാണ്? ഏതാണ് ആംപ്ലിറ്റ്യൂഡ് കുറവ്? ആദ്യത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാ 1 ആണ്, രണ്ടാമതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര 0.03 ആണ്. അപ്പോൾ ഏതാണ്? ഈ ബി ആണ് ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള വേവ് എന്ന് പറയുന്നത്. അടുത്തത്, ഇഫ് ബോത്ത് വേവ് എ ആൻഡ് ബി ടേക്സ് 12 സെക്കൻഡ് ടു റീച്ച് ക്യൂ ഫ്രം പി, അതായത് പിയിൽ നിന്നും ക്യൂവിലേക്ക് എത്താനായിട്ട് 12 സെക്കൻഡ് സമയമെടുക്കുന്നു രണ്ട് വേവും. ഫൈൻഡ് ഔട്ട് ആൻഡ് കമ്പയർ ദ ഫ്രീക്വൻസീസ് ഓഫ് ബോത്ത് വേവ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ 3 വൈബ്രേഷൻസ് ബൈ 12 സെക്കൻഡ് ടൈം 0.25 ഹെർട്സ്. അടുത്തതിൽ 4 വൈബ്രേഷൻസ് ബൈ 12 സെക്കൻഡ് ടൈമാണ്. ഓക്കെ, അപ്പോൾ 0.33. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, ഫ്രീക്വൻസി കമ്പയർ ചെയ്തു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ബൈ ടൈമാണ്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തേതിൽ 1, 2, 3 കണ്ട 3 വേവ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് വൈബ്രേഷൻസ് 3 ആണ്. രണ്ടാമത്തതിൽ 1, 2, 3, 4 നമ്പർ ഓഫ് വൈബ്രേഷൻസ് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4/12 എന്ന് വരും. അടുത്തത്, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. രണ്ട് വേവുകളും തമ്മിലുള്ള സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 12 മീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്, അതിനെടുക്കുന്ന ടൈം 12. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. 12/12 1 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്താണെങ്കിലോ 24 മീറ്റർ ആണ്. അതിൻ്റെ ആദ്യത്തെ വേവ് 12 മീറ്റർ ഉള്ളൂ, രണ്ടാമത്തെ വേവ് 24 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വേവിൻ്റെ 24/12. യെസ്, അപ്പോൾ ഫസ്റ്റ് വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 12 മീറ്റർ ബൈ 12 സെക്കൻഡ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 1 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്തെ വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 24 മീറ്റർ ബൈ 12, അത് 24/12 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇത്രയും ഉള്ളൂ നമ്മുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 35 മാർക്കിന് മേലെ സ്കോർ ചെയ്യാൻ പറ്റിയ പേപ്പറാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവരും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ്റെ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ടോ കാര്യങ്ങളോ ഫീൽ ചെയ്താൽ അപ്പം തന്നെ എഴുതി വെച്ചേക്കുക. ഓക്കെ, യെസ്, താങ്ക് യു.